പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ലക്ഷ്മി അമ്മ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നല്ല പല്ലവിക്ക്. പല്ലവി പറഞ്ഞു, അമ്മ ഒരിക്കൽ സേതുവേട്ടൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ല. മയൂരിയുടെ വിവാഹം മുടക്കില്ല എന്ന് പറയണം. പിന്നെ നിന്റെ സേതുവേട്ടൻ മിണ്ടാതെ പോയിക്കോ. നീയെ പോവാനായിട്ട് ഇറങ്ങിയവളല്ലേ, നീ ഇവിടെ നിൽക്കണ്ടെന്ന് പറയണ. പിന്നീട് പറഞ്ഞു, ഞാൻ എന്റെ മോളോടാ കുമ്പസാരം നടത്തിയത് എന്റെ മോൾ അറിയാൻ വേണ്ടിട്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും പല്ലവി മയൂരിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, മയൂരി സേതുവേട്ടൻ അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല, ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോന്ന് ചോദിച്ചു. ആ സമയം മയൂരി പറഞ്ഞു, സേതുവേട്ടൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് സേതുവേട്ടനോട് ഒരിക്കലും പൊറുക്കാൻ പറ്റില്ല ചേച്ചി. എന്താണെങ്കിലും ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ചേച്ചിയോടൊപ്പം ഞാനും വരുക. എനിക്കറിയണം ഏതാ സംഭവിച്ചെന്നുള്ള കാര്യം. എനിക്ക് അയാളോട് നേരിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടും കൽപ്പിച്ച് മയൂരി പല്ലവിയോടൊപ്പം ഇറങ്ങുവാണ്. അതേ സമയത്ത് ഇന്ദ്രപ്രസ്ഥത്തില് കുറെ തുണിയൊക്കെ വിഷം പാറുന്റെ കയ്യിലേക്ക് കൊടുത്തു അലക്കാനായിട്ട്. എന്നിട്ട് പാറുവിനോട് പറഞ്ഞു, ഇത് കൊണ്ടേ കല്ലേൽ അലക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ പാറു ചോദിച്ചു, കല്ലേൽ അലക്കാൻ? അതെ, നീ കല്ലേൽ അലക്കാൻ പറഞ്ഞു. അത് പിന്നെ വിഷം. അതെ, ഇപ്പൊ നീ ഈ പണിയൊക്കെ ചെയ്തില്ലെങ്കിൽ ഞാനായിരിക്കും ശരിക്കും പെട്ടുപോന്നെ. എന്തിനാ? പിന്നെ നിന്നെ പ്രസവത്തിനായിട്ട് കൊണ്ടുപോയി കഴിയുമ്പോഴത്തേനും ഡോക്ടർ വിളിച്ച് പരിശോധിച്ച് നോക്കിയിട്ട് പറയും, ഇത് പ്രസവം നടക്കത്തില്ല, സർജറി വേണമെന്നൊക്കെ പറയും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലേ പിന്നെ ഞാൻ കിടന്ന് പെടാപ്പാട് വിടും. നിനക്കും നല്ല വേദനയായിരിക്കും അതിനുശേഷം. അതിനേക്കാളും ഭേദം ഇപ്പൊ ഇത്ര റിസ്ക് എടുക്കുന്നതല്ലേ നല്ലത്. റിസ്കാ? അതേനെ, ഈ തുണിയൊക്കെ കഴുകി ഇത്തിരി ചെറിയ ചെറിയ പണികൾ ചെയ്യുവാണെങ്കിലേ പ്രസവം നല്ല ഭംഗിക്ക് നടക്കും. അല്ലെങ്കിലുണ്ടല്ലോ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും പറഞ്ഞു. അത് കേട്ടപ്പോ ഒരു നിമിഷം ആലോചിച്ചു പാറു. പിന്നീട് പാറു പറഞ്ഞു, ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെയെന്ന് പറയണം. അത് കണ്ടുകൊണ്ടാണ് രാജേഷ്മി അങ്ങോട്ട് വരുന്നത്. രാജേഷ്മി വന്നിട്ട് ചോദിച്ചു, എന്താ മോളെ എവിടെയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും വിഷം പറഞ്ഞു, ഞാൻ അവൾക്കൊട്ടൊരു പണി കൊടുത്താന്ന് പറയണം. പണിയോ? അമ്മേ, അവളെ പണിയൊന്നും എടുക്കാതെ സുഖിച്ച് കയറി ഇരിക്കുക. അങ്ങനെ കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ അവസാനം പെടാപ്പാട് വിടും. അതുകൊണ്ട് അവളോട് ഈ തുണിയൊക്കെ ഞാൻ കഴുകാൻ പറഞ്ഞു. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കട്ടെ വിശ്വ, അവളെ കൊണ്ട് എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പാട് പെടുത്തിക്കുന്നത്? അതിന്റെ ആവശ്യമുണ്ടോന്ന് ചോദിച്ചു. അതൊന്നും അവൾക്ക് പ്രശ്നമുള്ള കാര്യമില്ല, നീ അങ്ങോട്ട് ചെല്ല്, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ വിശ്വത്തെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് രാജേഷ്മി പാറുവിനോട് പറഞ്ഞു, പാറു, നീ ഒരു കാര്യം ചെയ്യാം, നീ ഇതൊന്നും കഴിയണ്ട, ഇതെല്ലാം കൊണ്ട് വാഷിംഗ് മെഷീനകത്ത് കൊണ്ടിടാം, നിന്നെ ഞാൻ സഹായിക്കാന്നും പറഞ്ഞ് അവിടെ ഇരുന്ന തുണികളൊക്കെ എടുക്കാൻ തുടങ്ങിയപ്പോ പാറു പറഞ്ഞു, വേണ്ടമ്മേ, ഇതൊക്കെ ഞാൻ ചെയ്തോളാന്ന് പറയാണ്. ചെയ്തോളന്നോ? നിനക്ക് ഇത് എന്തു പറ്റി മോളേന്ന് ചോദിക്കുക. അതേമ്മേ, ഞാനിത് ചെയ്തോളാം. എന്താന്നറിയാവോ, വിഷം പറഞ്ഞ പോലെ സുഖപ്രസവം നടക്കാൻ വേണ്ടിട്ടല്ലേ, വെറുതെ എന്തിനാ ഞാൻ റിസ്ക് എടുക്കണേ, അതുകൊണ്ട് ഞാൻ എന്താളും ഇത് കഴുകിയിട്ടോളാന്ന് പറഞ്ഞു. അമ്മ പേടിക്കൊന്നും വേണ്ടാന്ന് പറയണേ. രാജേഷ് പറഞ്ഞു, അല്ല മോളെ, ഞാൻ കഴുകാന്നാലേ. വേണ്ടമ്മേ എന്ന് പറഞ്ഞു. അങ്ങനെ പാറു അവിടെ നിന്ന് കഴുകണ സമയത്ത് രാജേഷ്മി അതൊക്കെ നോക്കി പാറുവിന്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ്. കഴിഞ്ഞപ്പോ ശ്രീഹരി വീട്ടിലേക്ക് വരുവാണ്. അച്ഛന് ഭയങ്കര സന്തോഷമായി ശ്രീഹരിയെ കണ്ടു കഴിഞ്ഞപ്പോ. അങ്ങനെ മുറിയിലേക്ക് വിളിച്ചോണ്ട് പോയി അച്ഛൻ ശ്രീഹരിയായിട്ട് സംസാരിക്കുകയാണ്. ഞാൻ എന്താളും ഇത്ര പ്രതീക്ഷിച്ചില്ല കേട്ടോ, ശ്രീഹരി ഇത്ര പെട്ടെന്ന് വരുമെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രീഹരി ചോദിച്ചു, അതെന്താ? അല്ല, ഞാൻ കരുതി ശ്രീഹരി അവിടെ നിൽക്കുമെന്നു. അതോ, എന്നോട് പല്ലവി ചേച്ചി പോയിക്കൊള്ളാൻ പറഞ്ഞു, അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അച്ചു പറഞ്ഞു, അതെന്താളും നന്നായി, എനിക്കെന്തോ ശ്രീഹരിയെ കാണാൻ തോന്നിയെന്ന് പറയാണ്. എന്താച്ചു, നീ ഭയങ്കര റൊമാൻറ്റിക് മൂഡിലാണല്ലോ, ഞാൻ എന്താളും അതിനുള്ളൊരു മൂഡിലല്ലെന്ന് പറഞ്ഞു. അച്ചു പറഞ്ഞു, അതൊന്നും അല്ല ശ്രീഹരി, എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നിയെന്ന് പറയാം. എന്ത്? 2 ദിവസമായിട്ട് തലവേദനയാണോ തലയ്ക്കകത്തൊരു മന്ദതയാണോന്നും അറിയത്തില്ല. ശ്രീഹരി ഇത്തിരി സമയം കെട്ടിപ്പിടിച്ചിരിക്കാനൊക്കെ തോന്നിയായിരുന്നു. അതാണോ? വിഷമിക്കൊന്നും വേണ്ടെന്ന് ശ്രീഹരി പറഞ്ഞു. പിന്നീട് പറഞ്ഞു, അല്ല, എനിക്കൊരു ചായ കിട്ടുമെന്ന് ചോദിച്ചു. ഞാൻ ഇപ്പൊ തന്നെ എടുത്തോണ്ടിരാം അത് പറഞ്ഞ് അച്ചു അങ്ങോട്ടേക്ക് പോയി. ഇത്തിരി കഴിഞ്ഞപ്പോ പൂർണ്ണിമയും സേതും കൂടെ സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോ അവിടെ ഋതു ഇരിക്കുന്നുണ്ട്. ഋതു ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. ഋതുവിനെ കണ്ടു കഴിഞ്ഞപ്പോ പൂർണ്ണിമ വെച്ചു, അല്ല ഋതു, ഇന്ദ്രൻ എന്നീതി ചോദിക്കുക. ഒരു ഇന്ദ്രൻ വന്നിരിക്കുന്നു, എനിക്കറിയില്ല എന്ന് പറയണ. അത് നിന്റെ ഭർത്താവല്ലേ, നിനക്കറിയത്തില്ലേന്ന് ചോദിക്കണം. പിന്നെ ഒരു ഭർത്താവാണ് പോലും, പറഞ്ഞാലും കുറച്ച് കേമോ എന്നൊക്കെ ഇങ്ങനെ ഋതു പറയണ. അപ്പോഴേക്കും സേതു പറഞ്ഞു, നീ ഇങ്ങനൊന്നും പറയില്ല ഋതു എന്ന് പറയണം. പിന്നെ എങ്ങനെ പറയണം? ഭർത്താവാന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല, ഇപ്പൊ തന്നെ കണ്ടില്ലേ ശ്രീഹരി വന്നു. ശ്രീഹരി വന്ന് അച്ഛനെ കൂട്ടിക്കൊണ്ട് പോയി സംസാരിക്കുന്ന കണ്ടോ? എനിക്കൊരു ഭർത്താവുണ്ട്, എന്നോടൊന്ന് സംസാരിക്കാനോ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാനോ സമയമില്ല. ആ സമയത്താണ് ശ്രീഹരി അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രീഹരി വന്നിട്ട് സേതുവിനോട് പറഞ്ഞു, സേതുവേട്ടാ, ഈ വീട് ഇത്തിരി പഴയതല്ലേ, പൂർണ്ണാമയാണെങ്കിലും അച്ചു ഋതു ഒക്കെ ആണെങ്കിലും ഇവിടെ നന്നായിട്ട് വിഷമിക്കുന്നുണ്ട്, നമുക്കൊരു കാര്യം ചെയ്താലോ, ഈ വീടൊന്ന് മാറിയാലോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പോ പൂർണ്ണം പറഞ്ഞു, വേണ്ട ശ്രീഹരി, അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അതെന്താ? ഈ വീട്ടിൽ ഞങ്ങൾ അഡ്ജസ്റ്റ് ആയിക്കോളാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഇതൊക്കെ ഞങ്ങൾക്ക് വിധിച്ചിട്ടുള്ളതാണെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുള്ളെന്ന് പറഞ്ഞു. അപ്പോഴാണ് അച്ചു ചായയൊക്കെ ആയിട്ട് വരുന്നത്. അങ്ങനെ അച്ചു ചായ കൊണ്ടുവന്ന് ശ്രീഹരിക്ക് കൊടുത്തിട്ട് പറഞ്ഞു, എന്നാ ശ്രീഹരി എന്ന് പറയണ.
അങ്ങനെ ശ്രീഹരി ചായ കുടിക്കാൻ തുടങ്ങുമ്പോഴത്തേനുമാണ് പെട്ടെന്ന് അത് സംഭവിക്കുന്നത്. അച്ഛന് തല ഇറങ്ങി. ശ്രീഹരി എനിക്ക് തല ഇറങ്ങുമെന്ന് പറയുമല്ല, അച്ചു വീഴാൻ തുടങ്ങുകയാണ്. പെട്ടെന്ന് ശ്രീഹരി ചാടിക്കേറി പിടിച്ചു. ഈ സമയത്ത് പല്ലവിയും മയൂരിയും കൂടെ വീട്ടിലേക്ക് വരുവാണ്. അപ്പൊ സേതുവിനെ കാണണമെന്ന് വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു. പല്ലവി മയൂരിയോട് ചോദിച്ചു, അല്ല മയൂരി, നിനക്ക് തോന്നുന്നുണ്ടോ സേതുവേണ്ട അങ്ങനെ ചെയ്യൂന്ന്, അങ്ങനെ പറയൂന്ന്, നിന്റെ വിവാഹം മുടക്കാണ്ട് ചെയ്യൂന്ന്? എനിക്കറിയില്ല, പക്ഷെ എന്റെ പപ്പ കള്ളം പറയില്ല, എന്റെ പപ്പ സത്യമോ പറയുള്ളൂ, അതുകൊണ്ട് എനിക്കറിയത്തില്ല. ഇവിടെ സേതുവേണ്ട അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ പല്ലവി പറഞ്ഞു, ഇനിയിപ്പം സേതുവേട്ടന് വിളിച്ചു പറഞ്ഞെന്നൊക്കെ തോന്നിയതാണെങ്കിലോ? അതല്ല, സേതുവേട്ടൻ നേരിട്ട് പോയി എന്റെ പപ്പാനെ കണ്ടെന്നല്ലേ പറഞ്ഞേ. പപ്പയുടെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും പപ്പ കള്ളത്തരം പറയില്ല. അല്ല, സേതുവേട്ടനോട് ചോദിച്ചറിയാലോ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ. പല്ലവി പറഞ്ഞു, അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ സേതുവേട്ടൻ ഉറപ്പായിട്ടും എന്നോട് പറഞ്ഞേനം. എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ കയറി കൂട്ടണം നിന്റെ പപ്പായ്ക്കെന്ന് പറഞ്ഞു. പപ്പ അങ്ങനെ എന്തിനോ ചേച്ചി ഒരു കള്ളത്തരം പറയണേ? അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പല്ലവിക്ക് മയൂരി പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇതേ സമയത്ത് തല ഇറങ്ങി വീണടക്കുന്ന അച്ഛനെ എടുത്തോണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങുകയാണ് ശ്രീഹരി. മുഖത്തിച്ചിരി വെള്ളമൊക്കെ തളിച്ച് കഴിഞ്ഞപ്പോ ഓക്കെ ആയി. പിന്നീട് ഋതുവും കൂടെ ഹോസ്പിറ്റലിലേക്ക് കൂടെ പോവാണ്. അങ്ങനെ അവരങ്ങോട്ട് പോയി. ഈ സമയത്താണ് മയൂരിയും പല്ലവിയും കൂടെ അവിടേക്ക് വരുന്നത്. സേതു പൂർണിമയും കൂടെ അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുന്ന സമയത്ത് അവരങ്ങോട്ട് വരുന്നത്. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സേതുവിന് ഭയങ്കര സന്തോഷമായി. കാരണം മയൂരി ഇങ്ങോട്ട് വന്നല്ലോ, വീണ്ടും വന്നല്ലോ, ആ ഒരു ചിന്തയായിരുന്നു സേതുവിന്റെ മനസ്സിൽ. അങ്ങനെ മയൂരിയോടും പല്ലവിയോടുമായിട്ട് സേതു ചോദിച്ചു, ഇതെന്താ നിങ്ങൾ രണ്ടാളും ഒരുമിച്ചെന്ന് ചോദിച്ചു. അതെ, പൊന്നുമടത്തിലെ മയൂരി ലക്ഷ്മി അമ്മയെ കാണാനായി വന്നിട്ടുണ്ടായിരുന്നു പറയാ. അപ്പൊ ഇവള് അവിടെ വന്ന് അമ്മയായിട്ട് വഴക്കിട്ടല്ലേ? എനിക്ക് തോന്നി ഇവളുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോ വഴക്കിട്ട് കാണുമെന്ന്. എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു, സേതുവേട്ട നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാന്ന് പറഞ്ഞു. എന്നാ ബാ, ഞാൻ അമ്മയ്ക്ക് ഒരു ചായ വെച്ച് കൊടുക്കാൻ തുടങ്ങായിരുന്നു, നിങ്ങൾക്കും ചായ വെച്ച് തരാന്നും പറഞ്ഞുകൊണ്ട് സേതു അങ്ങോട്ട് കയറിപ്പോയി. പിന്നാലെ അവരും അങ്ങോട്ടേക്ക് കയറി പോവാണ്. ഇതേ സമയത്ത് ഇന്ദ്രൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വന്നു. അങ്ങനെ വിശ്വമായിട്ട് സംസാരിക്കുകയാണ്. വിശ്വമായിട്ട് സംസാരിക്കുന്ന സമയത്ത് വിശ്വത്തോട് ഇന്ദ്രൻ, അയ്യോ അവള് വീണ കാര്യമൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലെന്ന് പറയാണ്. പഠിക്കട്ടെ എന്ന് വീണ കാര്യമൊന്നും ഞാൻ അറിഞ്ഞില്ല, ചിലപ്പോ ഞാൻ പോയതിനു ശേഷമായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ വിശ്വം പറഞ്ഞു, ചിലപ്പോ അതായിരിക്കും എന്ന് പറയണം. അപ്പോഴേക്കൂടെ രാജലക്ഷ്മി ക്ഷേത്രത്തിൽ പോയിട്ട് അങ്ങോട്ട് വരുന്നേ. രാജലക്ഷ്മിയെ കണ്ടപ്പോ ഇന്ദ്രൻ ചോദിച്ചു, അല്ല അമ്മ ഇതെവിടെ പോയതാ രാവിലെ? ഞാൻ ക്ഷേത്രത്തിൽ വരെ പോയതാ. ക്ഷേത്രത്തിൽ പോയതല്ലേ, എന്താടാ നീ ഇവിടെ? അല്ല അത് പിന്നെ എനിക്ക് എന്റെ വീട്ടിലേക്ക് വരാൻ പറ്റില്ലെന്ന് ചോദിച്ചു. പിന്നെ അമ്മേ, അവള് പാറു ഉണ്ടല്ലോ, പാറു പഠിക്കട്ടെ എന്ന് വീണ കാര്യങ്ങളൊന്നും ഞാനൊട്ട് അറിഞ്ഞില്ല എന്ന് പറയണം. ശരി ശരി, നീ അറിഞ്ഞിട്ടില്ലല്ലേ? അപ്പോഴേക്കും പാറു ചായയൊക്കെ ആയിട്ട് വരുവാണ്. ചായ കൊണ്ടുവന്ന് വിശ്വത്തിന്റെ കൊടുത്തു. വിശ്വം അത് ഇന്ദ്രന് കൊടുക്കുവാണ്. അങ്ങനെ ഇന്ദ്രൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചോദിച്ചു, അല്ല ഇവള് പഠിക്കട്ടെ എന്ന് വീണ്ടും അമ്മ എന്നോടൊന്ന് വിളിച്ചു പോലും പറയാത്തേന്ന് ചോദിച്ചു. അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല രാജലക്ഷ്മി. അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു, അല്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് വിളിച്ചു പറയേണ്ടല്ല ആയിരുന്നല്ലോ. ആ സമയം വിശ്വം പറഞ്ഞു, അല്ല അന്ന് അങ്ങനെ സംഭവിച്ച സമയത്ത് ഇന്ദ്രൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ. ഇന്ദ്രന് ചായ കൊണ്ടേ തന്നെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അമ്മ ഇവിടുന്ന് പോയത്. പക്ഷേങ്കില് പാറ് ചായ കൊണ്ടേ തന്നിട്ടില്ല, ചായയുടെ കപ്പും കാര്യങ്ങളൊന്നും അവിടെ കാണുന്നുമില്ല. ആ സമയത്ത് പാറു, എനിക്കെന്തോ നല്ല ക്ഷീണം തോന്നുന്നുണ്ട്, ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പാറു അങ്ങോട്ടേക്ക് പോയി. ഈ സമയം ഇന്ദ്രൻ പാറുവിനെ നോക്കിയിട്ട് പറഞ്ഞു, അല്ലടാ എപ്പോഴും അവൾക്ക് കിടപ്പൊക്കെ മാത്രമേ ഉള്ളോ? അതെന്താ ഇന്ദ്രേട്ട അങ്ങനെ പറഞ്ഞേ? അല്ല ഇത്രയ്ക്ക് ക്ഷീണവേ? അതെ, ഗർഭിണികളാണ് കുറച്ച് ക്ഷീണമൊക്കെ കാണുമെന്ന് രാജേഷ്മി അറിയണം. പിന്നെ ഗർഭിണികൾ ക്ഷീണം അവിടെ ഒരുത്തിയുണ്ടെന്ന് പറയണം. അതെ, അവിടെ ഒരുത്തിയെ ഇവിടെ ഒരുത്തിയെ കുറിച്ച് നീ കമ്പയർ ചെയ്യാൻ പോകണ്ടെന്ന് പറയണം. പിന്നീട് വിശ്വത്തോട് പറഞ്ഞു, എടാ നിനക്ക് ഷോപ്പിംഗ് എങ്ങനെ പോകണ്ടെന്ന് പറഞ്ഞല്ലേ, നീ പോകാൻ നോക്ക് എന്ന് രാജേഷ്മി പറഞ്ഞു. അങ്ങനെ വിശ്വത്തെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു കഴിഞ്ഞിട്ട് ഇന്ദ്രനോട് ചോദിച്ചു, നീ എന്തിനാടാ ഇങ്ങോട്ടേക്ക് വന്നെന്ന് ചോദിച്ചു. ഇതാ അപ്പം നല്ല ചോദ്യം. എന്റെ അമ്മ, ഞാൻ എന്താണെങ്കിലും ഇനി ഇവിടെയാ നിൽക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. കുറച്ചു ദിവസം ഇവിടെ കാണുമെന്ന് പറഞ്ഞു. ഇവിടെയോ? ഇവിടെ എന്തിനാടാ നിൽക്കുന്നേ? അത് പറ്റില്ല എന്ന് പറയണേ. ഇപ്പൊ തന്നെ നീ ഇവിടുന്ന് പോയിക്കോണം. അമ്മ എന്തു വർത്താനമ്മേ പറയണേ? ഇവിടുന്ന് പോവാനോ? എന്റെ അമ്മേ, എങ്ങോട്ട് പോവാൻ? അവിടെ കുറെ സംഭവ വികാസങ്ങളൊക്കെ നടന്നു, അതും കൂടെ പറയാൻ വേണ്ടിയാ ഞാൻ വന്നത്. എനിക്ക് ഒരു സംഭവം കേൾക്കണ്ട, നിന്റെ മര്യാദയ്ക്ക് ഇപ്പൊ തന്നെ പോയിക്കോണം. അമ്മേ, എന്നെ എന്തിനാ പറഞ്ഞു വിടുന്നേ? അതെ, നിന്നെ ഈ വീട്ടിൽ നിർത്താൻ കൊള്ളില്ലെന്നോ? അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? തെറ്റ് നീ ചെയ്തിട്ടില്ലല്ലേ എല്ലാം ചോദിച്ചിട്ട് ഒറ്റ ഓർമ്മമായിരുന്നു അവന്റെ കാരണം തീർത്ത്. എടാ ഇതെന്തിനാന്നറിയാവോ? ആ പാവം പിടിച്ച പാറുവിനെ പടിക്കെട്ടിന്ന് വീഴ്ചേന്. പടിക്കെട്ടിന്ന് വീഴ്ചെന്നോ? അതിന് ഞാൻ എന്ത് തെറ്റാമ്മേ ചെയ്തേ? വിശ്വവിടെ നിന്നോണ്ടാ ഞാനൊന്നും പറയായിരുന്നേ, ചേട്ടനും അനുജനും തമ്മിൽ തല്ലി ചാവുണ്ടല്ലോ എന്ന് കരുതിയിട്ട്. എടാ നിനക്ക് പാറു കൊണ്ട് ചായ തന്നായിരുന്നു,
ചായ ഗ്ലാസ് ഒക്കെ നിന്റെ മുറിയിൽ നിന്ന് എനിക്ക് കിട്ടിയായിരുന്നു. പിന്നെ നീ പടിക്കെട്ടിക്കൊണ്ടേ എണ്ണ ഒഴിച്ചിട്ട് ആ എണ്ണയുടെ ബോട്ടിൽ മുറിയിൽ ഒളിപ്പിച്ച് വെച്ചാൽ ആരും കാണില്ലെന്ന് കരുതിയോ? അതൊക്കെ എനിക്ക് മനസ്സിലായടാ. ഇനി ഇവിടെ നിന്നെ ഒരു നിമിഷം പോലും നിർത്തില്ല. മര്യാദയ്ക്ക് പോയിക്കോണം, ഇപ്പൊ തന്നെ പോയിക്കോണം എന്ന് പറഞ്ഞിട്ട് രാജലക്ഷ്മി അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ്. ഇന്ദ്രൻ ആകെപ്പാടെ വെട്ടിൽപ്പെട്ട പോലെ ഇങ്ങനെ നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.